എന്ത് കത്തിയേറ് കത്തിയ മോന്റെ വൈഭവം കാണാൻ എല്ലാരും കാത്തു നിക്കുക. സനിമോളെ നിനക്ക് നാണമില്ലേ? അങ്ങനെ ചോദിക്കില്ലേട്ടാ, അങ്ങനെ വലിയ ചിരിയൊന്നും വേണ്ട. ചോദിക്കും. ഇല്ല ലാലേട്ടാ, അത് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. സനിമോളെ എന്താ കണ്ടത്? അത് പിന്നെ ലാലേട്ടാ, ഈ സൂര്യനും മിസൈലും പുതപ്പ് മൂടിയിട്ട് ചുംബിച്ചു. ഇല്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അയ്യോ, ഇവിടെ കള്ളം പറയണം. എടി പട്ടി, എടി ഹ്യൂമാനിറ്റീസ് ആണോ? ഹ്യൂമാനിറ്റീസ്. അവന്റെ ഒരു ഹ്യൂമാനിറ്റീസും കൊമേഴ്സും. സനിമോളെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ കള്ളം പറയാറില്ല. എന്റെ മുടിപ്പൊരു അമ്മച്ചിയാണ് സത്യം. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇവിടത്തെ 800ഓളം ക്യാമറകൾ ഞങ്ങൾ പരിശോധിച്ചു. സനിമോൾ കണ്ട കാഴ്ച അതിലൊന്നുമില്ല. US-ൽ നിന്ന് ഞാനും നോക്കി, ഞാനും കണ്ടില്ല. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്റെ കണ്ണുകൾ കള്ളം പറയില്ല, ഞാൻ കണ്ടു. മോളെ, നിന്റെ കണ്ണ് കള്ളം പറയില്ല, പക്ഷെ നിന്റെ നാവ് നന്നായി കള്ളം പറയുന്നുണ്ട്. പറഞ്ഞിട്ടില്ല. എന്തൊക്കെ തോന്നിവാസങ്ങളാ വിളിച്ച് പറഞ്ഞത് ഇവിടെ? ഇതൊരു കുടുംബ പ്രഷർ കാണുന്ന പരിപാടിയല്ലേ? മിസൈല് നമ്മളെ വിജയം. മിസൈലേ ഉണ്ടസഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ? മിസൈലിന് എന്താ പറയാനുള്ളേ? ഞാന് ഷുഴന് വായിട്ടു. എന്നെ സമ്മതിക്കണം. എന്റെ പൊന്നു മിസൈൽ ഒന്ന് വായ്മച്ച് മിണ്ടായിരിക്കോ? ഒരു ചുമ്മന കേസ് അങ്ങനെ ഇങ്ങനെ പോയി. മോളി ഇതെന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ഐ മീൻ ഈവനിങ് ടൈം. ഓ, വൈകിട്ട്. മോളെ, 3 തലമുറ കാണുന്ന പരിപാടിയാണിത്. മലയാളം പറയുമ്പോ ശ്രദ്ധിക്കണം. ഞാൻ ഇനി ഛർദിച്ചോളാം ലലിത. ആ ഫസ്റ്റ് അപ്പാവി മോനെന്താ പറയാനുള്ളേ? നീയൊക്കെ ഹോൾസെയിലും ചെയ്യൂല, റീറ്റെയിലും ചെയ്യൂല. മോൻ പുറത്ത് പോയി ഹോൾസെയിലോ റീറ്റെയിലോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. യു ആർ എവിക്റ്റഡ്. ഈ സനിമോളാണ് എല്ലാത്തിനും കാരണം. എല്ലാത്തിനും കാരണം സനിമോളാണ്. ഇനി ഇതെല്ലാം കൂടി എന്റെ തലയെ കൊണ്ടിട്ട് കുടുംബ പ്രഷർ ഇത് കാണുന്നുണ്ട്, അവർക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്. എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനം. ഇന്നളിയണ്ട, വിട് വിട്. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. അയ്യോ.